കേരളത്തിലെ പ്രശസ്തമായ ആന പരിപാലന കേന്ദ്രമാണ് പുന്നത്തൂർ കോട്ട. ലക്ഷണമൊത്ത കരിവീരന്മാരുടെ വിഹാര കേന്ദ്രം. പുന്നത്തൂർ കോട്ടയുടെ പ്രതാപം മങ്ങുകയാണോ? റിപ്പോർട്ട് കാണാം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വന്തം ആനക്കോട്ടയാണ് പുന്നത്തൂർ കോട്ട. ഗുരുവായൂർ കേശവനും ഗുരുവായൂർ പത്മനാഭനും കളിച്ചു വളർന്ന ഇടം. കേരളത്തിലെ ഉത്സവങ്ങളിൽ ഇവിടുത്തെ കരിവീരന്മാർ നിറഞ്ഞു നിന്നിരുന്നു. പ്രതാപകാലത്ത് 60-ലധികം ആനകളുമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ആന പരിപാലന കേന്ദ്രമായിരുന്നു പുന്നത്തൂർ കോട്ട. പക്ഷേ ഇപ്പോൾ ആനകളുടെ എണ്ണം 64-ൽ നിന്ന് 36-ലേക്ക് കുറഞ്ഞിരിക്കുന്നു. വലിയ പേരുകേട്ട കൊമ്പന്മാർ ഉണ്ടായിരുന്ന കേന്ദ്രമാണ് പുന്നത്തൂർ ആനക്കോട്ട എന്ന് പറയുന്നത്. ഇന്ന് പല കാരണങ്ങളാൽ, പ്രായാധിക്യം മൂലം, അസുഖം മൂലമൊക്കെ ആനകൾ ചെരിയുന്നത് മൂലം ഇന്ന് 36 ആനകളായി ചുരുങ്ങിയിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയുടെയും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനപരിപാലനത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ഈ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ആനകളെ കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിനാണ്. നിയമ സംവിധാനത്തിലെ നൂലാമാലകളും ആനകളുടെ നടയിരുത്തൽ ചടങ്ങിൽ വരുത്തിയ മാറ്റവുമാണ് ഈ കുറവിന് കാരണം. പലയിടങ്ങളിലും ഇപ്പോൾ പ്രതീകാത്മക നടയിരുത്തലാണ് നടക്കുന്നത്. ഗുരുവായൂരപ്പന് ആനയെ നടയിരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് പുന്നത്തൂർ കോട്ടയിൽ നിലവിലുള്ള ആനകളെയാണ് നൽകുക. യഥാർത്ഥത്തിൽ ഗുരുവായൂരിൽ നടയിരുത്തുന്ന ആനകളൊക്കെ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിക്കും, ഉത്സവത്തിനും അതുപോലെ ശീവേലിക്കും ഒക്കെ എഴുന്നള്ളിക്കാൻ വേണ്ടി ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ആനകളുടെ എണ്ണം ചുരുങ്ങി വരുമ്പോൾ എഴുന്നള്ളിപ്പിന് പോലും ആനയെ ലഭ്യമാകാത്തൊരവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ആശങ്ക ഭക്തജനങ്ങളുടെ ഇടയിലും ദേവസ്വം ഭരണാധികാരികളുടെ ഇടയിലുമൊക്കെ വന്നു ചേരുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ പുന്നത്തൂർ കോട്ട പരിരക്ഷിക്കപ്പെടണമെങ്കിൽ പുതുതായി കുട്ടിക്കൊമ്പന്മാർ വന്നേ പറ്റൂ. ഓരോ വർഷവും ആയിരക്കണക്കിന് സന്ദർശകരാണ് ഗജവീരന്മാരെ അടുത്തു കാണാനായി ഇവിടേക്ക് എത്തുന്നത്. ഏകദേശം 2 കോടിയോളം രൂപ ടിക്കറ്റിനത്തിൽ മാത്രം ഇവിടെ നിന്നും ലഭിക്കുന്നു. നിയമങ്ങളിൽ അയവുകൾ വരുത്തി ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് ഏറെ പ്രിയങ്കരമായ പുന്നത്തൂർ കോട്ട സംരക്ഷിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് ആനപ്രേമികൾ. ദൂരദർശൻ ന്യൂസ്, തൃശൂർ.